നമസ്കാരം. കോൺഗ്രസ് പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ പി തങ്കച്ചൻ വഹിച്ച പങ്ക് വളരെ വലുതാണെന്ന് അടൂർ പ്രകാശ് എം പി. എല്ലാവരെയും ഇണക്കി ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്രയേറെ വൈഭവമുള്ള വ്യക്തിയെ വേറെ കാണാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സൗമ്യതയെ കരുത്താക്കി മാറ്റിയ നേതാവായിരുന്നു പി തങ്കച്ചനെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. അധികാരത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുവരുന്നതിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച നേതാവാണെന്നും ഷാഫി പറമ്പിൽ അനുസ്മരിച്ചു. ശ്രീ പി തങ്കച്ചൻ സാറ് ഇന്ന് ഞങ്ങളെ എല്ലാവരെയും വിട്ടുപിരിഞ്ഞ് പോയിരിക്കുകയാണ്. അദ്ദേഹത്തെ സ്മരിക്കുമ്പോൾ ഇവിടെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ ഒരു പിതൃതുല്യനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം. നിയമസഭയിലാണെങ്കിലും അതുപോലെ തന്നെ KPCC പ്രസിഡന്റായിരിക്കുന്ന സമയത്താണെങ്കിലും UDFിൻ്റെ കൺവീനറായിരിക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ അദ്ദേഹം നൽകിയിട്ടുള്ള സ്നേഹവും ഞങ്ങളോട് കാണിച്ചിട്ടുള്ള വിശ്വാസവും ഒക്കെ ഒരിക്കലും മറന്നു പോകാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം നിർവഹിച്ചിട്ടുള്ള പങ്ക് ഏറെ വലുതാണ്. അദ്ദേഹം ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എല്ലാവരെയും ഇണക്കി ചേർത്തുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ഇത്രയധികം വൈഭവം കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഉള്ള ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. ആ കുടുംബ അംഗങ്ങളോടുള്ള അവരുടെ ദുഃഖത്തിലും പങ്കാളിത്തം വഹിച്ചുകൊണ്ട് അനുശോചനം അറിയിക്കുവാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുന്നു. സൗമ്യതയെ കരുത്താക്കി മാറ്റിയ നേതാവായിരുന്നു തങ്കച്ചൻ സാർ. അദ്ദേഹം ഇരുന്ന ഓരോ പദവിയും പാർട്ടി പ്രവർത്തകർക്ക് വന്നു ചേരാനുള്ള ഒരു ഇടമായിരുന്നു, നേതൃത്വത്തിന് ഒരുമിക്കാനുള്ള ഒരു ഇടമായിരുന്നു. ആ സൗമ്യതയെ കരുത്താക്കി തന്നെ നേരത്തെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട UDF കൺവീനറൊക്കെ സൂചിപ്പിച്ചതുപോലെ വിവിധ തലങ്ങളിൽ 4 തവണ MLA ആയപ്പോഴും സ്പീക്കർ ആയപ്പോഴും KPCC പ്രസിഡന്റ് ആയപ്പോഴും UDF കൺവീനർ ആയിരുന്നപ്പോഴും എല്ലാം ആ സൗമ്യതയെ എല്ലാവർക്കും യോജിക്കാനുള്ള ഒരു ഇടമാക്കി മാറ്റി അധികാരത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുവരുന്ന ഒരുപാട് ത്യാഗങ്ങൾ പ്രസ്ഥാനത്തിന് വേണ്ടി വഹിച്ചിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തീർച്ചയായിട്ടും ഓരോ കോൺഗ്രസ് പ്രവർത്തകനും മുന്നോട്ടുള്ള പ്രയാണത്തിൽ കരുത്താവും. ഇപ്പോഴത്തെ തലമുറ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തൻ്റെ പദവികളിലെല്ലാം ആളുകളെ ചേർത്ത് പിടിച്ച് എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ അസാമാന്യമായ വൈഭവം കാണിച്ചിട്ടുള്ള, പാർട്ടി താല്പര്യത്തിന് മറ്റെന്തിനേക്കാളും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള, ഒരുപാട് പ്രതിസന്ധികളിലൂടെ പാർട്ടി കടന്നുപോയപ്പോഴൊക്കെ എക്കാലത്തും പാർട്ടിയേക്കാൾ വലുതല്ല മറ്റൊന്നും എന്ന് തീരുമാനിച്ച് താനെന്നും തീരുമാനിച്ചു പാർട്ടിക്കൊപ്പം അടിയുറച്ചു നിന്ന നേതാവിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കും.